ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 22ാമത്തെ ശ്ലോകം നോക്കാം. അഥർവാംഗിരസാമാസീത് സുമന്തുർദാരുണോ മുനിഃ ഇതിഹാസപുരാണാനാം പിതാമേരോ മഹർഷണഃ. നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് വ്യാസഭഗവാൻ വേദത്തെ 4ആയി വിഭജിച്ചുവെന്നും സാമം, ഋക്ക്, യജുർ വേദങ്ങൾ തൻ്റെ ശിഷ്യരായിട്ടുള്ള മഹർഷിമാർക്ക് പകർന്നു കൊടുത്തുവെന്നും പറഞ്ഞു. ഇനി അടുത്തത് അഥർവാംഗിരസാമാസീത്. ഈ അഥർവവേദം ആർക്കാണ് പകർന്നു കൊടുത്തത് എന്നാണ് പറയുന്നത്. ഈ അഥർവവേദത്തിലെ മന്ത്രങ്ങൾക്ക് ആഭിചാരം പോലെയുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റുള്ള മന്ത്രങ്ങളാണതൊക്കെ. അതുകൊണ്ട് തന്നെ അത് സുമന്തുർദാരുണോ മുനിഃ, സുമന്തു എന്ന് പേരുള്ളതായിട്ടുള്ള ദാരുണോ മുനിഃ, ഭയങ്കരനായ അല്പം ക്രൂര സ്വഭാവമൊക്കെയുള്ള തമോ ഗുണം കൂടുതലുള്ളതായിട്ടുള്ള മുനിക്ക് അത് പകർന്നു കൊടുത്തു. ഇതിഹാസ പുരാണാനാം, ഇതിഹാസവും പുരാണങ്ങളും പിതാമേ രോമഹർഷണ, മേ എൻ്റെ പിതാ അച്ഛനായിട്ടുള്ള രോമഹർഷണന് പകർന്നു കൊടുത്തു വ്യാസഭഗവാൻ. അതായത് തന്നിലേക്ക് തന്നെ ഭാഗവതം എത്തിയ വഴിയാണ്, നാൾവഴികളിലൂടെയാണിപ്പോൾ സൂതൻ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് അഥർവവേദം അതിലെ ശ്ലോകങ്ങളുടെ മന്ത്രങ്ങളുടെ ഗുണമനുസരിച്ച്, സ്വഭാവമനുസരിച്ച് അതിന് യോജിക്കുന്നതായിട്ടുള്ള സ്വഭാവമുള്ള സുമന്തു എന്ന് പറയുന്ന അല്പം ക്രൂരസ്വഭാവിയായിട്ടുള്ള മഹർഷിക്ക് അത് പകർന്നു കൊടുത്തു. അതിനുശേഷം ഇതിഹാസങ്ങളും പുരാണങ്ങളുമൊക്കെ എൻ്റെ പിതാവായ രോമഹർഷണന് പകർന്നു കൊടുത്തു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഥർവാംഗിരസാമാസീത് സുമന്തുർദാരുണോ മുനിഃ ഇതിഹാസപുരാണാനാം പിതാമേരോ മഹർഷണഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഥർവാംഗിരസാമാസീത് സുമന്തുർദാരുണോ, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെയും അഥർവ അംഗിരസാം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള അഥർവ വേദത്തിലുള്ള മന്ത്രങ്ങൾ, അവയുടെ സ്വഭാവമനുസരിച്ചാണ് ആംഗിരസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അഥർവ ആംഗിരസം ആസീതാണ്, മായുടെ ആകാരം നീട്ടിയെടുക്കുക. അതുപോലെ സുമന്തുർദാരുണോ, ദാ കൂട്ടക്ഷരമാണ്. മുനി രോമഹർഷണ, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 23ാമത്തെ ശ്ലോകമാണ്. ത ഏദർഷയോ വേദം സ്വം സ്വം വ്യസ്യന്നനേകഥാ ശിഷ്യൈഃ പ്രശിഷ്യൈസ്തച്ഛിഷ്യൈർവേദാസ്തേ ശാഖിനോ ഭവൻ. ത ഏതേ ഋഷയഃ, തേ എന്ന് പറഞ്ഞാൽ ഏതേ ഋഷയഃ, ഈ ഋഷികൾ, അതായത് വ്യാസഭഗവാൻ ആർക്കൊക്കെയാണോ താൻ വിഭജിച്ച വേദങ്ങളെ പകർന്നു കൊടുത്തത്, ആ ഋഷികൾ വേദം സ്വം സ്വം വേദം എന്ന് പറഞ്ഞാൽ അവരവരുടെ വേദത്തെ, അവരവർക്ക് പകർന്നു കിട്ടിയ വേദത്തെ വ്യസ്യന്നനേകഥ, വ്യസ്യൻ എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും വിഭജിച്ചു. എങ്ങനെ? അനേക വിധത്തിൽ വീണ്ടും അതിനെ വിഭജിച്ചു. ശിഷ്യൈ പ്രശിഷ്യൈസ്തച്ഛിഷ്യൈർവേദാസ്തേ ശാഖേ, ശിഷ്യൈ പ്രശിഷ്യൈ, ശിഷ്യന്മാരാലും ആ ശിഷ്യരുടെ ശിഷ്യന്മാരാലും, തച്ഛിഷ്യൈ ഇനി അവരുടെ ശിഷ്യന്മാരാലും, വേദാസ്തേ ശാഖേ, വേദാഹ തേ ആണ് വേദാസ്തേ, ആ വേദങ്ങൾ ശാഖിനോ ഭവൻ, ശാഖിനഃ അഭവനാണ്, ശാഖിനോ ഭവൻ,
ശാഖിനഃ എന്ന് പറഞ്ഞാൽ ശാഖികളായിട്ട്, വീണ്ടും അതിനെ പല ശാഖകളായിട്ട്, പല കാറ്റഗറികളായിട്ട്. അഭവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭവിച്ചു, പല ശാഖകളായി, പല കാറ്റഗറിയായി വീണ്ടും വേദങ്ങളെ അവർ വീണ്ടും ഈ വ്യാസഭഗവാൻ ആരാരിലേക്കൊക്കെയാണോ ഈ 4 വേദങ്ങളെ പകർന്നു കൊടുത്തത്, അവരും അവരുടെ ശിഷ്യർ, അവരുടെ ശിഷ്യർ, അവരുടെയും ശിഷ്യർ, അതായത് ഒരു 3-4 തലമുറകളോളമുള്ള ശിഷ്യഗണങ്ങൾ ചേർന്ന് ഈ വേദങ്ങളെ ഓരോന്നിനെയും വീണ്ടും അനേകമായിട്ട്, അനേകം ശാഖകളായിട്ട് വേർതിരിച്ചു, വിഭജിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത ഏതർഷയോ വേദം സ്വം സ്വം യസ്യന്നനേകഥാ ശിഷ്യൈഃ പ്രശിഷ്യൈസ്തച്ഛിഷ്യൈർവേദാസ്തേ ശാഖിനോ ഭവൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വ്യസ്യന്നനേകഥ, അവിടെ ന കൂട്ടക്ഷരമാണ്, അതിന് അകാരം കൊടുത്തു വായിക്കണം. അനേകഥ ആണ്. പിന്നെ രണ്ടാമത്തെ ആ ഒരു വരി എന്ന് പറയുന്നത് അത് മുഴുവനും തന്നെയും ചേർത്ത് വായിക്കേണ്ടതാണ്. ശിഷ്യൈഃ പ്രശിഷ്യൈസ്തച്ഛിഷ്യൈർവേദാസ്തേ ശാഖിനോ ഭവൻ. അവിടെ ശിഷ്യൈ എന്നുള്ളിടത്ത് ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരം കൊടുത്തിട്ട് അത് ചേർത്ത് വായിക്കണം. അതുപോലെ തച്ഛിഷ്യൈ, അതൊക്കെ നമ്മൾ വാക്കുകൾ അറിഞ്ഞ് വായിച്ചെങ്കിലേ അത് ശരിയായി വായിക്കുവാൻ പറ്റുകയുള്ളൂ. അതുപോലെ ശാഖിനോ ഭവൻ, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ ഓകാരം നീട്ടിയെടുക്കണം. ശാഖിനോ ഭവൻ. ഇനി അടുത്ത നമുക്ക് 24-ാമത്തെ ശ്ലോകമാണ്. ത ഏവ വേദ ദുർമേധൈർധാര്യന്തേ പുരുഷൈര്യഥാ ഏവം ചകാര ഭഗവാൻ വ്യാസഃ കൃപണവത്സലഃ. ത ഏവ വേദ, തേ ആ വേദങ്ങൾ, ഏവ തന്നെ, ആ വേദങ്ങൾ തന്നെ, അതായത് വ്യാസഭഗവാൻ 4ആയി വിഭജിച്ചു കൊടുത്ത വേദങ്ങൾ തന്നെ വീണ്ടും അനേകം ശാഖകളായി പിരിഞ്ഞു എന്ന് പറഞ്ഞു. ആ വേദങ്ങൾ തന്നെ ദുർമേധൈർധാര്യന്തേ, ദുർമേധൈ ധാര്യന്തേ, 2 വാക്കുകളാണത്. ദുർമേധൈ എന്ന് പറഞ്ഞാൽ ബുദ്ധി കുറഞ്ഞവർക്കും, ധാര്യന്തേ ധരിക്കപ്പെടുമോ, പുരുഷൈര്യഥ, പുരുഷൈ യഥ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പുരുഷൈര്യഥ. പുരുഷൈ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാൽ, മനുഷ്യരാൽ, ജനങ്ങളാൽ. യഥ എപ്രകാരം, അതായത് ഏതൊരു വിധത്തിലായാൽ. ഏവം ചകാര ഭഗവാൻ, ഏവം അപ്രകാരം, ചകാര ചെയ്തു വച്ചു, എന്ത്, ഭഗവാൻ വ്യാസഃ, വ്യാസഭഗവാൻ അപ്രകാരം ചെയ്തു വച്ചു. വ്യാസഭഗവാന്റെ വിശേഷണമാണ് ആ പറഞ്ഞത്. വത്സലഃ, കൃപണന്മാരിൽ, ദീനരിൽ സ്നേഹമുള്ളവനായിട്ടുള്ള വ്യാസഭഗവാൻ അത് ബുദ്ധി കുറഞ്ഞ മനുഷ്യർക്കും ജനങ്ങൾക്കും അത് ഗ്രഹിക്കുവാൻ പാകത്തിനാകത്തക്ക വിധത്തിൽ വേദങ്ങളെ പലതായി വിഭജിച്ചിട്ട് തൻ്റെ ശിഷ്യരിലൂടെയും അവരുടെ ശിഷ്യരിലൂടെയും അങ്ങനെ ആ പരമ്പരകളിലൂടെ ഏറ്റവും ബുദ്ധി കുറഞ്ഞവർക്ക് പോലും അതേതു വിധത്തിൽ ഗ്രഹിക്കുവാൻ കഴിയുമോ ആ വിധത്തിലേക്ക്, ലളിതമായ ഭാവത്തിലേക്ക്, സാധാരണ ബുദ്ധി കുറഞ്ഞവർക്കും മനസ്സിലാകുന്ന ഭാവത്തിലേക്ക് അതിനെ വിഭജിച്ചു വെച്ചു. അവർക്കും കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ അതിനെ ശാഖോപശാഖകളാക്കി വിഭജിച്ചു വെച്ചു. വേദമാകുന്ന മഹാവൃക്ഷത്തിന് അങ്ങനെ അനേകം ശാഖകളെ നൽകിയത് ഈ കലിയുഗത്തിൽ ബുദ്ധി കുറഞ്ഞ മനുഷ്യർക്കും അത് പ്രയോജനപ്പെടണം, അവരിലേക്കും അത് എത്തണം എന്നുള്ള ഒരു സദ്ബുദ്ധിയോടുകൂടി ദീനരിൽ സ്നേഹമുള്ളവനായിട്ടുള്ള വ്യാസഭഗവാൻ, കരുണാവത്സലനായിട്ടുള്ള, കരുണാകരനായിട്ടുള്ള വ്യാസഭഗവാൻ, കൃപണവത്സലനായിട്ടുള്ള വ്യാസഭഗവാൻ അങ്ങനെ അതിനെ കൽപ്പിച്ചുണ്ടാക്കി. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത ഏവ വേദ ദുർമേധൈർധാര്യന്തേ പുരുഷൈര്യഥാ
ഏവം ചകാര ഭഗവാൻ വ്യാസഃ കൃപണവത്സല. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദുർമേധൈർധാര്യന്തേ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ പുരുഷൈര്യഥ, പുരുഷൈ യഥ ആണ്. ര്യ എന്ന അക്ഷരം കറക്റ്റായി തന്നെ പറയുവാൻ, തെറ്റുകൂടാതെ വായിക്കുവാൻ ശ്രദ്ധിക്കുക. പിന്നെ വ്യാസ കൃപണവത്സല, രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 25-ാമത്തെ ശ്ലോകമാണ്. നോക്കൂ, ഇവിടെ കൃപണവത്സലനായിട്ടുള്ള ആ വ്യാസഭഗവാൻ ഇത്രയും ചെയ്തു വച്ചത് കലിയുഗത്തിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കും കൂടി, നമ്മളിലേക്കും കൂടി അത് എത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. അല്ലേ, വേദം എന്ന് പറയുന്ന ഒരു മഹാവൃക്ഷമാണ്. ആ മഹാവൃക്ഷത്തിലെ ഓരോരോ ചില്ലിക്കമ്പുകളായിട്ട് അതിനെ വീണ്ടും മുറിച്ച് തളിരില വേറെ, കുറച്ചുകൂടി മൂത്ത ഇലകൾ വേറെ, കുഞ്ഞു കഷ്ണങ്ങൾ വേറെ, ചെറിയ ചെറിയ കമ്പുകൾ വേറെ, അങ്ങനെ ഓരോന്നിനെയും ലഘുവാക്കി നമ്മുടെ മുൻപിൽ വെച്ച് തന്നിരിക്കുകയാണ്. എന്തിനാ? നമ്മളിലേക്കും അത് എത്തണമെന്ന് കരുതിയിട്ട്. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, വേദം സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്, അല്ലെങ്കിൽ ശൂദ്രർക്ക് നിഷിദ്ധമാണ് എന്നൊക്കെ. ഇന്നത്തെ കാലത്ത് ഈ കലിയുഗത്തിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിന്തിക്കുക, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ശ്രീമദ് ഭാഗവതം എന്ന ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു, ഏറ്റവും ബുദ്ധി കുറഞ്ഞവർക്ക് വരെ ഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ്, അവരുടെ പാകത്തിന് വേണ്ടിയിട്ടാണ്. അതും ഈ കലിയുഗത്തിൽ ബുദ്ധി കുറഞ്ഞവരും ആരോഗ്യം കുറഞ്ഞവരും ഒക്കെയായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടിയിട്ടാണ് വേദങ്ങളെ ഇങ്ങനെ ഏറ്റവും ചെറിയ ചെറിയ രീതിയിലേക്ക് ശാഖോപശാഖകളാക്കി വിഭജിച്ച് വച്ചിരിക്കുന്നതെന്ന്, നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. പക്ഷേ ഈ കലിയുഗത്തിൽ ആയുസ് കുറഞ്ഞതുകൊണ്ടും തന്നെയല്ല, കലിയുഗത്തിൻ്റെ ആ ഒരു കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ വളരെ ചെറുതിലെ തന്നെ ധർമ്മബോധം ചെറുപ്രായത്തിൽ തന്നെ ബുദ്ധിയിലേക്ക് പകർന്നു നൽകുന്നതിൽ എവിടെയൊക്കെയോ പരാജയപ്പെട്ടു പോകുന്ന ഒരു സമൂഹം. അതുകൊണ്ട് തന്നെ വേദങ്ങളിലേക്ക് എത്തിച്ചേരുവാനും കഴിയുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് 25-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.